പ്രസാദ് ഒരു സിഗരറ്റ് എന്നുള്ളൂ നാണിയമ്മേ. പൗലോസ് മോശ പോലെ തന്നെ എംബ്രാന്തിരി. താടി അടിച്ച ദിവസം ഭയങ്കര ദേഷ്യ. എവിടുന്ന് ഈ പച്ചമാങ്ങ? ആ പറമ്പിൽ വീണെടുക്കായിരുന്നു. മാങ്ങ എറിഞ്ഞു കേസും കൊണ്ട് ആരെങ്കിലും വന്ന മുത്തശ്ശൻ പുറം പൊളിക്കും മോനെ. പാല് വാങ്ങിക്കൊണ്ടെന്നോ? കൊണ്ടുവരാം. അത് കൊണ്ടെന്ന് വെച്ചിട്ട് പോരെ നിനക്ക് കുളിയും തേവാരൊക്കെ? ആ നാണിയമ്മേ, രവിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിക്കോളൂ. അവൻ ഇപ്പൊ എണീക്കും കേട്ടോ. രാവിലെ എണീറ്റ് കുളത്തിൽ പോയി കുളിക്കാൻ പാടില്ലല്ലോ. വേർഷയില് പടുത്തൊരു തിളപ്പാ ഇതൊക്കെ. അമ്മേ, അമ്മേ. എന്താ മോനെ? നേരം വെളിച്ചായാൽ അനങ്ങാനൊരു മടിയല്ലേ. ഇടങ്ങിയാറാക്കല്ല മോനെ. കള്ളരാശിത്തരം എന്നോട് വേണ്ട. എന്താ സുഖടക്കല്ല നേരെ? വാർദ്ധക്യം തന്നെ. കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ ഇത് വർക്ക്ഷോപ്പിൽ കയറ്റത്? അല്ല, 62 റുപ്യ ബില്ല്. നിങ്ങളുടെ വഴിച്ചെലവ് വേറെ. എന്നാ ഇതൊന്ന് ശരിക്കോടോ? അതുമില്ല. ഇനി ഞാൻ പറയാം. പഴയ വണ്ടി, പഴയ ബാറ്ററി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു 10-12 രൂപ മുടക്കിയാൽ ഇത് വിറ്റ് കണ്ടീഷനുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാം. പുതിയ വണ്ടി ആയാലും സാധനമൊക്കെ മോശ. രവിയുടെ അച്ഛൻ പറഞ്ഞില്ലേ, ഫോറിനല്ലേ ഇതിന്റെ എഞ്ചിൻ? മുഴുവൻ ഫോറിൻ അല്ലേ. പക്ഷെ എന്താ, എന്റെ കുട്ടിക്കാലത്തോ മറ്റോ ആവും സാഹിത്യം ഉണ്ടാക്കിയത്. ആ ഒറ്റ തകരാറേ ഉള്ളൂ. ആ എല്ലാവരും കൂടി ഒന്ന് തള്ളു. ആ വാ തള്ളു. ആ തള്ളു. ആ തള്ളിക്കോ. നീ ഇവിടെ എന്ത് മാമാങ്കം കാണാനാ നിക്കണേ? രവി, നീ പോയി പല്ല് തേച്ചു വാ. ചെല്ല്. വേണ്ട വേണ്ട വേണ്ട, മോൻ ഇതൊന്നും ശീലമില്ലാത്തതാ. കയ്യോ കാലോ ഉളുക്കും. മോൻ തള്ളണ്ട. നീ എന്താ നോക്കി നിൽക്കണേ? തള്ളടാക്കോട്ടെ. തള്ളാൻ. ആ തള്ളു തള്ളു തള്ളാൻ. എന്താ ഇത്? എന്താ നാണയമ്മേ, ദേഹണ്ണം കഴിഞ്ഞില്ലേ? ഒരടുപ്പില് വേഗം കഴിയും. കഞ്ഞിയില്ലേ, മറ്റടുപ്പിൽ അത്ര വേഗമൊന്നും കഴിയില്ല. നിങ്ങൾക്കും പോവായിരുന്നില്ലേ നായരെ പല പേഴ്ചയ്ക്കും? എന്നപ്പോ വലിച്ചായിരുന്നല്ലോ. തലയിൽ എഴുതിയിട്ടില്ല. ഈ വട്ടുപിടിക്കല് തന്നെയാണ് അവിടെയും ജോലി ആ അമ്മയുടെ നായർക്ക്. ആ ഞാൻ ചൂടാ. വേണ്ട, നേർമയായിട്ട് ചുട്ടാലേ അവൻ തിന്നും. എത്ര പറഞ്ഞാലും നിങ്ങൾക്കതറിയില്ല. എല്ലാ കലകളുടെയും അമ്മ നൃത്തമാണ്. നൃത്തത്തിൽ നിന്നു ഗീതവും ഗീതം വഴി പദ്യരൂപത്തിലുള്ള സാഹിത്യവും ഉണ്ടായെന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല. ഏത് നാട്ടിലെയും സാഹിത്യത്തിന്റെ ആദിമ ചരിത്രം പരിശോധിച്ചാൽ എങ്കിലും പാമ്പിൻ തുള്ളൽ, മുടിയേറ്റ്, തിറയാട്ടം, തീയാട്ട്, കോലം തുള്ളൽ തുടങ്ങിയ നിന്റെ ആട്ടവും തുള്ളലും നിർത്തിവെച്ച് പോയി തോട്ടം തിരിച്ചു കൊടുക്കും. ഇന്ന് ചാത്തപ്പം വന്നിട്ടില്ല. എനിക്ക് മാത്രമേ തോട്ടം നിൽക്കാൻ പാടുള്ളൂ? രവിക്കായിക്കൂടെ? പാല് വാങ്ങാനും അങ്ങാടി പോകാനും എനിക്ക് മാത്രമേ പാടുള്ളൂ? നിനക്ക് തോട്ടം തിരിക്കാൻ പാടില്ല അല്ലേ? പണിയെടുക്കാണ്ട് തിന്നാനുള്ളതേ നിന്റെ തന്ത സമ്പാദിച്ചുകൊണ്ട് വരുന്നില്ലടാ ഇവിടെ. എനിക്ക് കുറെ പഠിക്കാണ്ട് മുത്തച്ഛ. മുക്കിലിരുന്ന് ഓരോന്ന് മുറിവെടുത്താലുണ്ടല്ലോ ചവിട്ടിക്കാൻ നിന്നെ.
ചാത്തപ്പന്റെ അക്കനെ ഒരു പാലത്തപ്പയുടെ വാങ്ങിയായിരുന്നല്ലോ ഉണ്ണേട്ടന്. തന്തയും തള്ളയില്ലാത്ത കുട്ടിയാച്ചിട്ട് ഒരുപാടായി ക്ഷമിക്കണു. അച്ഛൻ അധികം ക്ഷമിക്കണോണ്ട് തന്നെയാ ചെക്കൻ ഇങ്ങനെ തെമ്മാടിത്തരം കാട്ടണേ. അമ്മേ, ഉണ്ണേട്ടൻ സ്കൂളിലും തരം കിട്ടുമ്പോഴൊക്കെ എന്നെ വീർത്തി കാട്ടാറുണ്ട്. ഇന്നാളുടെ തലയ്ക്കൊരു കൊത്ത്. നിന്റെ പഠിപ്പ് തകരാറാവണ്ടെന്ന് വിചാരിച്ച ഞാനിവിടെ കിടക്കണേ. ക്വാർട്ടേഴ്സ് കിട്ടിയപ്പോ തൊട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. ഇതൊരു തലയിലെഴുത്ത. അല്ല, ആ അടയ്ക്കാക്കാരന്റെ അടുത്ത് ഒന്നുകൂടി പോയി നോക്കണോ? അതൊക്കെ ദേവിയോട് ചോദിച്ചോളൂ. എടാ, വാടാ അവിടെ. അരുതേ. എടാ, നിന്നെ തല്ലിയിട്ടെന്താ? എന്റെ കൈ കേടുവരാന്നല്ലാണ്ട് പോ എന്റെ മുമ്പിന്ന്. മോനെ, ഇനി എന്തെങ്കിലും വേണോ? മോനെ, അതിലൊന്നും ബാക്കി വെക്കണ്ട. മുഴുവൻ ഇരുന്ന് കഴിച്ചോളൂ. മതി. ആ ആ, നെയ്യും പരിപ്പും ഇലയിലാക്കി വെച്ചിട്ടുണ്ട്. അടിയിലത്തെ തട്ടിൽ ചീരയുടെ ഇലയുടെ കൂട്ടാനാ. ഒന്നും ബാക്കിയാക്കാതെ സാവധാനത്തില് മുഴുവൻ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അല്ല, ഞാൻ നോക്കാറുണ്ട്, ഒന്നും ബാക്കിയാവില്ല. എന്ത് കഴിച്ചിട്ടെന്താ? ദേഹം നന്നാവണില്ല. പോരാ. ഓ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ തടി കെട്ടാ പോരാ. നാണിയമ്മ, നാണിയമ്മ, ഇതൊന്ന് വെയിലത്തിടായിരുന്നില്ലേ? ഈറം മാറണം. ഞാനത് മറന്നു കുട്ടിയെ. ഒരു ദോശയും 2 കഷ്ണം റൊട്ടിയുണ്ട്, തരട്ടെ? അവന്റെ ഇച്ചലല്ലേ, ആർക്കാച്ച കൊടുത്തോളൂ. സുഖോടില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ നടന്നു പോയില്ലായിരുന്നു. തെറ്റൊന്നുമില്ല, എല്ലാ കുട്ടികളും നടന്നിട്ട് തന്നെയാ പോണേ. ദേവിയുടെ അച്ഛനെ പോലെ എനിക്ക് കൈപ്പുണ്യൊന്നുമില്ല, അതുകൊണ്ട് വണ്ടി ഇടയ്ക്ക് നിൽക്കും. അതെ, ഉണ്ണിട്ടം വരുന്നത്. ഉണ്ണികൃഷ്ണ, എല്ലാവരും കൂടി ഒന്ന് കൈവച്ചേ. ആ, തള്ളടാ. ഇറങ്ങി തള്ളടൂ. വിട്ടോളൂ, ഞങ്ങളുണ്ട്. അമ്മ ചീത്ത പറയും. വിട്ടോളൂ. എടോ, വഴിക്ക് ഇനി നിന്നാ തള്ളാൻ ആളുണ്ട്. വിട്ടു നിൽക്കും. ഒരു ദിവസം കയറ്റിയാൽ പിന്നെ അതൊരു ദുശീലാവും. ഉണ്ണിട്ടം വിടുന്നുണ്ടോ? ചിലപ്പോ നേരെ നിങ്ങൾ എത്ര മുമ്പ് ഞങ്ങൾ എത്തും. പന്തയുണ്ടോ? അല്ല, എന്താ ഉണ്ണീഷം പറഞ്ഞേ? പന്തയോ? ഞാൻ പന്തയത്തിനൊന്നുമില്ല. രവി, ബെറ്റുണ്ടോ? വിട്ടോളൂ. വാ, നമുക്ക് പോകാം. എന്താ ഇപ്പൊ പറ്റിയത്? ഇടങ്ങിയറായോ? അത് ഓ, ഇടങ്ങിയറാക്കിയല്ലേ? മണ്ണാൻ കട്ടി. വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളെ നീക്കൾ സൂക്ഷിച്ചു. ഇന്നെന്താണാവോ വിശേഷം? ക്യാപ്റ്റൻ തിരിച്ചെടുത്തു. പിന്നെന്തിനാ സമരം? വിദ്യാഘോഷം. വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളെ നീക്കൾ സൂക്ഷിച്ചോ. പെൺകുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളി ഉഷാറാക്കണം. മേസ്തിരോട് നല്ല നാല് മുദ്രാക്കി എഴുതാൻ പറയടാ. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. മാഷന്മാരും പെൺകുട്ടികളും വരുമ്പോൾ ഞമ്മക്ക് വിറപ്പിക്കണം. ഇന്ന് വേണ്ട, അടുത്ത നമുക്കൊരു സമരം ഉണ്ടാക്കാം. വഴിയുണ്ട്, പാടോ. വാടോ ഉണ്ണി, വാന്നേ. മേസ്തിയുടെ കടയിൽ നല്ല സ്വറയാണ്.
വാന്ന് ആ ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. വലിക്കും മേസ്ത്രി. വിജയാഘോഷത്തിന് ഒരു സിഗരറ്റ് ഒന്നും പോരടോ ഗോപിയെ. ആ എന്നാ വര്. ചായ. ക്യാപ്റ്റാ, ഒരാഴ്ച ജോലിയായി. ഇനിയിപ്പോ എന്തേ നമുക്കൊരു സമ്മനം ഉണ്ടാവുക? ബസ് ചാർജ് കുറയ്ക്കാൻ സമരമാവാം. വടക്കാഞ്ചേരിയിൽ ഒരു കുട്ടി മരിച്ച ന്യൂസ് കണ്ടോ? അവിടെ സാധനം ഉണ്ടാ? നമുക്ക് ഇവിടെ ഒന്നും തുടങ്ങാം. പേപ്പറിലുണ്ട്. കുത്തിക്കൊന്നതാ. നിർവീര്യമായ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് വിദ്യാർത്ഥി സഹാക്കൾ രക്തസാക്ഷികളാകുന്നു. എങ്ങനെ നിർവീര്യം എന്ന് പറയല്ലേ മേസ്ത്രി? ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞപ്പോൾ പകരുന്ന ചാമ്പ്യന്റെ പാട് എന്റെ അല്ലോ പുറത്തിപ്പോഴും ഉണ്ട്. അറിയോ, നാരായണൻ നായർ മാഷ്ക്ക് മാറ്റാണ്, പകരം വരുന്ന ടീച്ചറാ. ആമ്യം കോഴിനാരുടെ മകളാ അമ്മണി. എനിക്കറിയാം. നമുക്ക് ടീച്ചറും മതിന്ന് ഒരു നിവേദനം കൊടുക്കാം. ഗോപിയെ, ആ ബെൻസ് വരുന്നുണ്ട്. ഹൈ, 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 ഹൈ. ഉണ്ണിയെന്നെ കാട്ടിച്ചിട്ട് മുത്തച്ഛനെ കിട്ടും. പോടാ. ഇവനാള് മോശമല്ലല്ലേ ക്യാപ്റ്റൻ? ഈ ചെക്കൻ്റെ എപ്പോഴും കാശുണ്ടാവും. ദുബായ്ക്കാരന്റെ മോനല്ലേ? നീ അവനൊന്ന് വളയ്ക്കാൻ നോക്കടാ ഗോപിയെ. നിന്റെ അനുജനാ? ചെറിയമ്മയുടെ മകനാ. ഞമ്മള് ലോഹിയും കൂടാ നോക്കി, പക്ഷേ ചെക്കൻ എടുക്കാത്ത കേസാ. മര്യാദക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എടുത്ത പൊയ്ക്കോ പൊയ്ക്കോ. 4 അക്ഷരം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടി നടന്നോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാലോ. എന്താ കേളപ്പന്മാര്? ഇതൊക്കെ തന്നെ പഠിക്കലും പഠിപ്പിക്കലും നന്നാകുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷൊന്ന് കണ്ണുരുട്ടിയാ മതി, മൂത്രം പോവും. കണ്ടില്ലേ? ഇപ്പൊ ഇതൊക്കെ തന്നെ.